IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഒളിവിൽ കഴിയുന്ന സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞു. മേഘയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ജ്യോതിഷിയെ കണ്ട ശേഷം മേഘയുടെ വീട്ടുകാർ ബന്ധത്തെ എതിർത്തെന്നും ആരോപണമുണ്ട്. അതേസമയം ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ മേഘയുടെ കുടുംബം തള്ളിക്കളഞ്ഞു. വിവാഹാലോചനയുമായി വരുമെന്ന് വിചാരിച്ച് വീട് മൂടി പിടിപ്പിച്ചെങ്കിലും സുഗാന്തിന്റെ വീട്ടുകാർ വന്നില്ല. ആലോചനയിൽ നിന്ന് പിന്മാറാനാണ് സുഗാന്ത് ശ്രമിച്ചിരുന്നതെന്നും മേഘയുടെ വീട്ടുകാർ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുക. യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയാണ് സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി. ഒളിവിൽ കഴിയവെയാണ് സുഗാന്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് CP ഉദയഭാനു മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷ. മേഘയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഹർജിയിൽ പറയുന്നു. വൈകാരികമായും മാനസികമായും താനും മേഘയും ഏറെ അടുത്തിരുന്നു. മേഘ ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ജ്യോതിഷിയെ കണ്ട ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. താനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ പിന്നീട് രൂക്ഷമായി എതിർത്തതായും ഹർജിയിലുണ്ട്. മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ മേഘയോട് നിർദ്ദേശിച്ചു. മാതാപിതാക്കളുടെ സമീപനത്തിൽ നിരാശയായ മേഘ തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചതെന്നും ഇരുവരും ചേർന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിച്ചിരുന്നെന്നും ഹർജിയിൽ പറയുന്നു. പതിവ് പോലെ ജോലിക്കാര്യങ്ങളെക്കുറിച്ചാണ് യുവതി തന്നോട് ഫോണിൽ സംസാരിച്ചത്. വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനാൽ മേഘ സമ്മർദ്ദത്തിലായിരുന്നു. യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദമാണെന്നും സുഗാന്തിന്റെ ഹർജിയിലുണ്ട്. തന്നെ നിലവിൽ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗാന്തിന്റെ ആവശ്യം. അതേസമയം യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും സുഗാന്ത് ചൂഷണം ചെയ്തെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സുഗാന്തിന്റെ ഹർജിയിലെ ആരോപണങ്ങൾ മേഘയുടെ കുടുംബം തള്ളുകയാണ്. സുഗാന്തിന്റെ മാതാപിതാക്കൾ വിവാഹമാലോചിച്ചെത്തിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, News 18.